അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ്, കൈഫൽ ഹാൽ യാ തുല്ലാബ്. 10ാം ക്ലാസ്സിലെ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും ഓണപ്പരീക്ഷ ഒക്കെ കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് സാറിനറിയാം. അപ്പോൾ വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള അറബിയുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറബി ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരും ഒന്നും പേടിക്കേണ്ട. വളരെ അടിപൊളിയായിട്ട്, വളരെ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് അറബി ക്ലാസ്സൊക്കെ എന്ത് ചെയ്യുക, എടുത്തങ്ങ് തീർക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണോ, മനോഹരമായിട്ട് ക്ലാസ് കേട്ട് മനോഹരമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയിക്കണം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? നോക്കൂ, നമ്മൾ 2 യൂണിറ്റുകൾ അല്ലേ, ആദ്യമായിട്ട് ഓണപ്പരീക്ഷയ്ക്ക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി 2 മൊഡ്യൂളുകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് 3-4 മൊഡ്യൂളുകളാണ് എന്ത് ചെയ്യുന്നത്, തീർക്കാനുള്ളത്. അപ്പോൾ നോക്കൂ, അതിൽ 3ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ നോക്കൂ, തിഫ്ലത്തുൽ കൽ ഫറാഷ് അല്ലേ, തിഫ്ലത്തുൽ കൽ ഫറാഷ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഖിസ്സ, ഒരു കഥയെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹെഡിങ് തന്നെ നോക്കൂ, ഇന്നഹാ തസ്ന ഉത്താരിഖ്, നിശ്ചയമായും അവൾ, തീർച്ചയായും അവൾ അല്ലേ, ആ ഒരു പെണ്ണ്, ആ ഒരു ഗേൾ എന്ത് ചെയ്യുന്നു, തസ്ന ഉത്താരിഖ്, അവൾ എന്ത് ചെയ്യുന്നു, ചരിത്രം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഒരു ചരിത്ര സൃഷ്ടിപ്പിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒരു ചരിത്ര മികവിനെ കുറിച്ചാണ്, ഒരു സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അല്ലേ, ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു മഹാവിജയത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ആദ്യം തന്നെ നല്ലൊരു ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്, ഒരു കുട്ടിയുടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ കാണുന്നുണ്ട്. നമ്മുടെ ഹെഡിങ്ങിലേക്ക് പോകാം. തിഫ്ലത്തുൽ കൽ ഫറാഷ, പൂമ്പാറ്റയെ പോലെയുള്ള എന്ത്, ഒരു കുട്ടി. തിഫ്ലത്തു, ഒരു കുട്ടി. ആയത് കുട്ടി കൽ ഫറാഷ, പൂമ്പാറ്റയെ പോലെ പാറിപ്പടക്കുന്ന ഒരു കുട്ടി. നോക്കൂ, തക്റഊവ നതദവ്വകു, നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാം, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹൽ തസ്അൽ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂർ, ഈ കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി ക്ലാസ്സിലിരിക്കുന്ന സമയം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇവൾ ക്ലാസ്സിലിരിക്കുന്ന സമയം ഒരു അധ്യാപികയോടൊരു സംശയം ചോദിക്കുകയാണ്. ടീച്ചറെ, അൽ നസ്തതിഉ, നമുക്ക് സാധിക്കുമോ, അൻ നതീറ മിസ്ല തുയൂർ, പക്ഷികളൊക്കെ പറക്കുന്നത് പോലെ നമുക്ക് പറക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന് ഈ കുട്ടി ചോദിച്ചു. ആ സമയത്ത് തഅജ്ജബത്തിൽ മുഅല്ലിമ, ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്ന് എന്തായി, നമ്മുടെ അധ്യാപിക എന്തായി, അത്ഭുതപ്പെട്ടു പോയി. തഅജ്ജബ എന്ന് പറഞ്ഞാൽ എന്താ, അത്ഭുതപ്പെടുക. അപ്പോൾ തഅജ്ജബത്തിൽ മുഅല്ലിമ എന്തായി, അത്ഭുതപ്പെട്ടു. വസഅലത്, എന്നിട്ട് ചോദിച്ചു. എന്നിട്ട് ആ അധ്യാപിക ചോദിക്കുകയാണ്, ഇലാ ഐന യാ ശാന്ത, നിനക്ക് എങ്ങോട്ടാണ് പറക്കേണ്ടത് ശാന്ത. അപ്പോൾ ശാന്ത എന്ന് പറയുന്ന ഒരു ശാന്തമോൾ എന്ത് ചെയ്യാണ്, ടീച്ചറോട് വളരെ കൗതുകത്തോട് ചോദിക്കുകയാണ്, ടീച്ചറെ, നമ്മൾക്ക് എന്ത് ചെയ്യുക, പക്ഷികളെ പോലെ ആകാശത്തേക്കൊക്കെ പാറി പറക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുഅല്ലിമ ചോദിച്ചു, നിനക്ക് എങ്ങോട്ടാണ് പറക്കേണ്ടത്. അപ്പോൾ ശാന്തമോൾ പറയാണ് എന്ത്, ഇലൽ ഖമരി വൻ നുജൂം, എനിക്ക് പറക്കേണ്ടത് നക്ഷത്രങ്ങളിലേക്കും അതുപോലെ തന്നെ ചന്ദ്രനിലേക്കൊക്കെയാണ് എനിക്ക് പറക്കേണ്ടത്. അജാബത്ത് ശാന്ത ബിസ്സുർഅ, അജാബത്ത് ശാന്ത ബിസ്സുർഅത്തി, വളരെ സന്തോഷത്തോടു കൂടെ ആര്, മറുപടി പറഞ്ഞു, നമ്മളെ ശാന്ത മറുപടി പറഞ്ഞു. വനളറത്ത് ഐനഹ ബിൽ ആമാൽ, അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തിളങ്ങുന്നുണ്ട്. നളറത്ത് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നു. ഐനഹ, അവരുടെ കണ്ണുകൾ, എന്തിനെ കൊണ്ട്, ബിൽ ആമാൽ. അപ്പോൾ അത്രമേൽ ആഗ്രഹം, ആമാൽ എന്ന് പറഞ്ഞാൽ എന്താ, ആഗ്രഹം. അപ്പോൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടെയാണ് നമ്മളെ ശാന്തമോട് ടീച്ചറിനോട് ചോദിക്കുന്നത്. ആ സമയത്ത് എന്ത് സംഭവിച്ചു, അവരുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും എന്തായി, പൊട്ടിച്ചിരിച്ചു. ലൊഹിക്ക എന്ന് പറഞ്ഞാൽ എന്താ, ചിരിച്ചു അല്ലേ, കളിയാക്കി ചിരിച്ചു. അല്ല തുഫാൽ, അവരുടെ കുട്ടികൾ, ക്ലാസ്സിലെ കുട്ടികൾ, ഫിസ്സോഫി, ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്തായും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ലാക്കിൻ ഇബ്തസമത്തിൽ മുഅല്ലിമ, പക്ഷേ മുഅല്ലിമ എന്തായിട്ടില്ല, അധ്യാപിക ടീച്ചർ എന്തായില്ല, ചിരിച്ചില്ല. വക്കാലത്ത്, എന്നിട്ട് നമ്മൾ അധ്യാപിക ശാന്തയോട് പറയാണ്, ശാന്ത, ഹാദാ സുവാലുൻ ജയ്യിദ്, നീ ചോദിച്ച ചോദ്യം എന്താണ്, ഏറ്റവും നല്ല ചോദ്യമാണ്. കാരണം അൽ ഹക്കീക്കി, എന്നിട്ട് നമ്മുടെ ടീച്ചർ വളരെ മനോഹരമായിട്ട് മറുപടി കൊടുക്കുകയാണ്. അൽ ഹക്കീക്കിയ, യഥാർത്ഥത്തിൽ അന്നനാ ലാ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂർ, യഥാർത്ഥത്തിൽ പക്ഷികൾ പറക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് പറക്കാൻ വേണ്ടി സാധിക്കില്ല. ലാക്കിന്നന, പക്ഷേ നസ്തതിഉ, നമുക്ക് സാധിക്കും. അൻ നസീല ഇലൽ ഖമർ, നമുക്ക് ചന്ദ്രനിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. എങ്ങനെ, ബി മുസാഅദത്തി, സഹായത്തോടു കൂടെ. മുസാഅദത്ത് പറഞ്ഞാൽ എന്താ, സഹായത്തോടു കൂടെ. എന്തിൻ്റെ സഹായത്തോടു കൂടെ, അൽ മർക്കബത്തുൽ ഫലാഇയ, അതായത് മർക്കബത്തുൽ ഫലാഇയ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ വാഹനങ്ങൾ അല്ലേ. അപ്പോൾ ബഹിരാകാശ വാഹനങ്ങളുടെ സഹായത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കമറിലേക്കോ ചന്ദ്രനിലേക്കോ നക്ഷത്രങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അല്ലാതെ പക്ഷികൾ പറക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ നക്ഷത്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയൂല എന്ന് മനോഹരമായി പുഞ്ചിരിയോടുകൂടെ നമ്മുടെ ടീച്ചർ മറുപടി പറഞ്ഞു. നോക്കൂ, മർക്കബത്തിൽ ഫലാഇയ എന്ന് പറഞ്ഞാൽ എന്താ,
ബഹിരാകാശ വാഹനം അല്ലേ, അതുപോലെ തന്നെ ലൊഹിക്കാതെ പറഞ്ഞാൽ ചിരിക്കുക, നെലർത്ത് പറഞ്ഞാൽ തിളങ്ങുക, തഅജ്ജബ് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു തുടങ്ങിയ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക ഇതിൽ നോക്കി വെക്കുക. അൽ ഖമറു ബിൽ മുസായിരത്തിൽ മറക്കബത്തിൽ. അപ്പോൾ എന്നോട് പറയാണ് അൽ ഖമരി ബി മുസായിരത്തിൽ മറക്കബത്തിൽ ഫലാഹിയ. എന്നിട്ട് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യുക, ചന്ദ്രനിലേക്കൊക്കെ എങ്ങനെ പറക്കാം. നമ്മുടെ ഈ മറക്കബത്തിൽ ഫലാഹിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബഹിരാകാശ വണ്ടിയുടെ വായനയുടെ സഹായത്തോടു കൂടെ എന്ത് ചെയ്യുക നമുക്ക് ചന്ദ്രനിലേക്കൊക്കെ പോകാം. അഷ്ഹലഹാദൽ കലാമു ഷറാറത്തൻ അൽ ഉൽമു ഫീ ഖൽബി ശാന്ത. എന്നിട്ട് പറയാണ് എന്ത്, ശാന്തയുടെ കൽബിൽ. അഷ്അല എന്ന് പറഞ്ഞാൽ എന്താ, അഷ്അല എന്ന് പറഞ്ഞാൽ കത്തിച്ചു അല്ലേ, കത്തിച്ചു. ആദൽ കലാം അഷ്അലൽ ആദൽ കലാം, ഈ കലാം കത്തിച്ചു. എന്തിനെ കത്തിച്ചു? ഷറാറത്തിൽ ഹുലും, സ്വപ്നത്തിൻ്റെ തീപ്പൊരി കത്തി. ഷറാറത്ത് എന്ന് പറഞ്ഞാൽ തീപ്പൊരി, അൽ ഹുൽം എന്ന് പറഞ്ഞാൽ സ്വപ്നം. അപ്പോൾ സ്വപ്നത്തിൻ്റെ തീപ്പൊരി നമ്മുടെ ശാന്തയുടെ കൽബിൽ എന്തായി കത്തിജലിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ പറഞ്ഞു നിനക്ക് ബഹിരാകാശത്തേക്കും അതുപോലെ തന്നെ നക്ഷത്രത്തെയും അതുപോലെ തന്നെ ചന്ദ്രനിലേക്കൊക്കെ പോകണമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യുക, ബഹിരാകാശ യാത്രക്കാരുടെ കൂടെ നിനക്ക് എന്ത് ചെയ്യുക സഞ്ചരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഒരു തീപ്പൊരി കൊണ്ട് പടർന്നു അല്ലേ. അഷ്അലഹാദൽ കലാമു, ഈ സംസാരം എന്തായി പടർന്നു. എന്തിനെ ഷറാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു തീപ്പൊരി ഉണ്ടാക്കി. എവിടെ ഉണ്ടാക്കി? അൽ ഹുലും, ഹൃദയത്തിൽ ഉണ്ടാക്കി. അൽ ഹുലും എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്വപ്നം ഉണ്ടാക്കി. എവിടെ? ഫീ ഖൽബി ശാന്ത, ശാന്തയുടെ കൽബിൽ എന്തുണ്ടായി, ഒരു തീപ്പൊരി പോലെയുള്ള ഒരു ആഗ്രഹം എന്തായി, ഒരു സ്വപ്നം കത്തിജലിക്കാൻ തുടങ്ങി. മുന്തു ദാലിക്കൽ യൗമു, ആ ദിവസം മുതൽ അല്ലേ. അപ്പോൾ ഈ മറുപടി കൊടുത്ത ടീച്ചർ, ഈ മറുപടി കൊടുത്ത ആ ദിവസം മുതൽ പൊന്നുമക്കളെ ശ്രദ്ധിക്കൂ, അവൾ എല്ലാ ദിവസവും സ്വപ്നം കാണാൻ തുടങ്ങി. എന്ത്? അവളിങ്ങനെ ചന്ദ്രനിലേക്ക് പറന്നു പോകുന്നത് എല്ലാ ദിവസവും സ്വപ്നം കാണാൻ തുടങ്ങി. ബദഅത്ത്, അവൾ ആരംഭിച്ചു. എന്തിനാരംഭിച്ചു? തഖറഉ, അവൾ വായിക്കാൻ വേണ്ടി ആരംഭിച്ചു. അനിൽ ഫളാഇ വൻ നുജൂമി വൽ ഫളാഇന, അതായത് അവൾ നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ബഹിരാകാശത്തെക്കുറിച്ച്. ഫളാ എന്ന് പറഞ്ഞാൽ എന്താ? ബഹിരാകാശം. അപ്പം ബഹിരാകാശത്തെക്കുറിച്ചും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും കുറിച്ചും അതുപോലെ തന്നെ ഫളാഇന എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്യഗ്രഹ ജീവികൾ അല്ലേ. അപ്പോൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് അതുപോലെ തന്നെ അന്യഗ്രഹങ്ങളെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് ബഹിരാകാശങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്ത് അവൾ പഠിക്കാനും അവൾ വായിക്കാനും വേണ്ടി തുടങ്ങി. കറുബത്ത് ശാന്തവമുഹ, കറുബത്ത് ശാന്ത, ശാന്ത വലുതായി. അപ്പോൾ ശാന്ത എന്ന് പറയുന്ന ചെറിയ മോൾ എന്ത് ചെയ്ത് വലുതായി, വലിയ കുട്ടിയായി. മഅഹ, അവളുടെ കൂടെ വലുതായി. ആരും വലുതായി? ഇലാമുഹ, അവളുടെ സ്വപ്നങ്ങളും അവളുടെ കൂടെ വലുതായി. എന്നിട്ട് നോക്കൂ, ദറസത്ത് ബി ജിദ്ദിൻ വ ഇജ്തിഹാദിൻ, അവൾ വളരെ കഠിനാധ്വാനത്തോടെ കൂടെ എന്ത് ചെയ്തു പഠിക്കാൻ വേണ്ടി തുടങ്ങി. വറക്കസത്ത് അൽ മവാദിൽ ഇൽമിയ, അവൾ എന്ത് ചെയ്തു? വറക്കസത്ത്, അവൾ എന്ത് ചെയ്തു? പൂർത്തിയാക്കി. അല മവാദിൽ ഇൽമിയ, അപ്പോൾ അവളുടെ പഠനത്തെ എന്ത് ചെയ്തു? അവളെന്തായി? പൂർത്തിയാക്കി. അപ്പോൾ സയൻസ് മേഖലയിലുള്ള മവാദിൽ ഇൽമിയ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ പഠനം. അപ്പോൾ സയൻസിൻ്റെ പഠനത്തെ എന്ത് ചെയ്തു? അവൾ പൂർത്തിയാക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ കാനത്ത് തഖ്ലി സാഅത്ത് ത്വാവിലത്ത് ഫിൽ മക്തബത്തി, അവൾ കാനത്ത് തഖ്ലി, അവൾ ചെലവഴിച്ചു സാഅത്തൻ, ഒരുപാട് സമയം. അപ്പോൾ അവളുടെ മണിക്കൂറുകൾ അവൾ ചെലവഴിച്ചു. ത്വവീലത്തൻ, നീണ്ട മണിക്കൂറുകൾ അവൾ ചെലവഴിച്ചു. ഫി മക്തബത്തി, ലൈബ്രറിയിൽ ചെലവഴിച്ചു. അപ്പോൾ നീണ്ട മണിക്കൂറുകൾ എന്ത് ചെയ്തു? അവൾ ലൈബ്രറിക്ക് വേണ്ടി ചെലവഴിച്ചു. അതുപോലെ തന്നെ അക്കബത്ത് വജഹ എന്ന് പറഞ്ഞാൽ അവളുടെ മുഖം അവൾ പൂത്തി വെച്ചു. അതായത് നമ്മൾ എന്ത് ചെയ്തു? മുഖം എന്ത് ചെയ്യുക? ബുക്കിൽ നിന്ന് എടുക്കാതെ ഇങ്ങനെ തന്നെ വായിക്കുക. അതിനാണ് എന്ത് ചെയ്യുക? പൂത്തി വെക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അക്കബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പൂത്തി വെച്ചു. വജഹ, അവരുടെ മുഖം. അലാ ഖുതുബിൽ ഉലൂമിൽ ഫലാഹിയ, ബഹിരാകാശ അറിവുകളില്ലേ. അപ്പോൾ ബഹിരാകാശ അറിവുകളിലുള്ള സയൻസ് ടെക്നോളജിയിലുള്ള ബുക്കുകളിൽ അവൾ എന്ത് ചെയ്തു? അവളുടെ മുഖങ്ങൾ ഇങ്ങനെ പൂത്തി വെച്ചു. അതായത് ഒരുപാട് സമയം അവർ ലൈബ്രറിയിൽ ചെലവഴിച്ചു, പഠിക്കുകയും വായനയിലും അവൾ മുഴങ്ങി. ഹീനമാ തദ്റുസു ഫിൽ ജാമിയൽ ഉലൂം, അപ്പോൾ ഹീനമാ തദ്റുസു, അപ്പോൾ അവൾ പഠിച്ചു. ചെറിയ കുട്ടിയായിരുന്ന 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി അവസാനം കോളേജിലേക്ക് എത്തി. അപ്പോൾ നോക്കൂ, ഹീനമാ തദ്റുസു ഫിൽ ജാമിയ, അവൾ കോളേജിൽ പഠിക്കുന്ന സമയം. അലിമത്സ്, അവൾ അറിഞ്ഞു. അനിൽ ബർനാമിജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞു. എങ്ങനത്തെ പ്രോഗ്രാമാണ്? തദ്രീബുൽ റുവാദിൽ ഫലായി, ബഹിരാകാശ യാത്രയിലെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച്. അപ്പോൾ തദ്രീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്രീബ് എന്ന് പറഞ്ഞാൽ പരിശീലിപ്പിക്കുക അല്ലേ. പരിശീലനം നൽകുന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ് അവൾ അറിഞ്ഞത്. എന്തിന് പരിശീലനം നൽകുന്ന? ലി റുവാദിൽ ഫലാഹ്, ബഹിരാകാശ യാത്രയ്ക്ക് പരിശീലനം നൽകുന്ന ഒരു പരിപാടിയെക്കുറിച്ച് എന്ത് ചെയ്യുകയാണ് നമ്മുടെ ശാന്തമോള്
ഡിഗ്രി ലെവലിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ എന്താണ് അറിയാണ്, ഖദ്ദമത് ത്വലബൻ ലിൽ ഇൽതിഹാഖി ബിഹി, അവൾ എന്ത് ചെയ്തു, അതിലേക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചു. നോക്കൂ, ഖദ്ദമത്ത് ത്വലബൻ എന്ന് പറഞ്ഞാൽ എന്താ, അപേക്ഷ സമർപ്പിച്ചു. എന്തിനു വേണ്ടി, ഇൽതിഹാഖി ബിഹി, അതിലേക്ക് ജോയിൻ ആവാനുള്ള, അപ്പോൾ അതിലേക്ക് ജോയിൻ ആവാനുള്ള ക്ഷണപത്രം അല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ആവാനുള്ള അപേക്ഷ അവൾ എന്ത് ചെയ്തു, സമർപ്പിച്ചു. കാനത്തിൽ മുനാഫസത്തു ശദീദത്തൻ, കാനത്തിൽ മുനാഫസത്തു ശദീദത്തൻ, ആ മത്സരം എന്തായിരുന്നു, ആ മത്സരം വളരെ ശക്തമുള്ളതായിരുന്നു. അപ്പോൾ നോക്കൂ, കാനത്തിൽ മുനാഫസ, ആ മത്സരമായിരുന്നു, മുനാഫസ എന്ന് പറഞ്ഞാൽ മത്സരം, ആ മത്സരമായിരുന്നു ശദീദത്തൻ, വളരെ ശക്തമായ മത്സരമായിരുന്നു. പക്ഷേ അവളെന്ത് ചെയ്തു, തഅല്ലബത്ത് അലാ ജമീഹി തഹിയാത്തി, അവൾ എല്ലാ പരീക്ഷണങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും തഅല്ലബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തഅല്ലബത്ത് പറഞ്ഞാൽ അവൾ അതിജയിച്ചു, അലാ ജമീഇ തഹദ്ദിയാത്തി, എല്ലാ വെല്ലുവിളികളെയും, തഹദ്ദിയാത്ത് എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ, അപ്പോൾ എല്ലാ വെല്ലുവിളികളെ എല്ലാ ചലഞ്ചസിനെയും അവൾ എന്ത് ചെയ്തു, ഫേസ് ചെയ്തു. വനജഹത്ത് ഫീ കുല്ലി ഇഖ്തിബാറാത്തി വ തദ്രീബാത്ത്, അങ്ങനെ അവസാനം അവൾ എല്ലാ എക്സാമുകളിലും എല്ലാ കോമ്പറ്റീഷനിലും അവൾ എന്ത് ചെയ്യാണ്, വിജയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ടെസ്റ്റ് നടക്കുന്നുണ്ട്, പക്ഷേ അത് വളരെ കഠിനമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. പക്ഷേ അവൾ അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. അവൾ വളരെ ശക്തമായി കൊണ്ട് തന്നെ എന്ത് ചെയ്തു, പഠിച്ച് പോരാടി അവൾ എന്ത് ചെയ്തു, വിജയം കണ്ടു. എന്നിട്ട് നോക്കൂ, വസോറത്ത് മുഖ്താറാത്തൻ ഫി ഫരീഖി ദുവാത്തിൽ ഫലാഹി, അവളായി മാറി, മുഖ്താറാത്തൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായി മാറി, ഫി ഫരീഖി റുവാദിൽ ഫലാഹ്, ബഹിരാകാശ യാത്രക്കാരുടെ കൂട്ടത്തിൽ അവൾ എന്ത് ചെയ്തു, തിരഞ്ഞെടുക്കപ്പെട്ടു, സെലക്ട് ചെയ്യപ്പെട്ടു മക്കളെ. വഫീ തിൽക ലൈലത്തിൻ റഅത്ത് ഫീ മനാമിഹ, അങ്ങനെ ആ ദിവസം അവൾ ഉറങ്ങുന്ന സമയം, റഅത്ത് ഫീ മനാമിഹ, അവളുടെ സ്വപ്നത്തിൽ അവൾ കൊണ്ടു, കഅന്നഹ ഇർതദത്ത്, നിശ്ചയമായും അവൾ ധരിച്ചിരിക്കുക, അപ്പോൾ കഅന്നഹ ഇർതദത്ത്, അവൾ ധരിച്ചിരിക്കുന്നു, അൽ ബിദ്ല അൽ ഫലാഹിയ, അപ്പോൾ ബഹിരാകാശ യാത്രക്കാരൊക്കെ ധരിക്കുന്ന, അൽ ബിദ്ല അൽ ഫലാഹിയ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ യാത്രക്കാർ ധരിക്കുന്ന ഡ്രസ്സ്, അപ്പോൾ ആ ഡ്രസ്സ് ധരിച്ചവളായിട്ട് അവൾ എന്ത് ചെയ്യാണ്, അവളെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്. വഖാമത്തിൽ അമാമൽ മിർ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണാടി അല്ലേ, മിറർ. അപ്പോൾ വഖാമത്തി അമാമൽ മിർ, അവൾ കണ്ണാടിയിൽ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ഫി ഹുജറത്തിയ, അവരുടെ റൂമിലുള്ള കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. വക്കാലത്ത് മുബ്സിമത്തൻ, എന്നിട്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ നോക്കൂ, അവൾ എന്ത് സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ബഹിരാകാശ യാത്രികരുടെ കൂടെ എന്ത് ചെയ്യാണ്, അവൾ സെലക്ട് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് അവളിങ്ങനെ ഉറങ്ങുന്ന സമയം അവൾ മനോഹരമായിട്ടുള്ള സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മക്കളെ. നോക്കൂ, അവളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി, ആ കണ്ണാടിയുടെ മുമ്പിൽ അവളിങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അവൾ നല്ല ബഹിരാകാശ യാത്രക്കാരിടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ആ വെള്ള തൊപ്പിയും അതുപോലെ തന്നെ മുഴുവൻ മറയുന്ന വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവളിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവൾ മനസ്സിലിങ്ങനെ പറയാണ്, ഇതൊക്കെ സ്വപ്നം കാണാനിട്ട് അവൾ. അപ്പോൾ മനസ്സിലിങ്ങനെ പറയാണ്, നമ്മളോട് പറയുന്ന പണി എന്താ അറിയോ, തഹയ്യലു അഫ്കാര ശാന്ത വനക്കത്തുബു, നമ്മളോട് വിചിന്തനം ചെയ്യാനാണ് പറയുന്നത്. എന്തിന്, നമ്മുടെ ശാന്ത എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചിന്തിച്ചത്, ആ കാര്യങ്ങൾ നമ്മളോട് എന്ത് ചെയ്യാനാണ്, എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കൂ, നമ്മുടെ ശാന്ത ചിന്തിച്ചത് നമ്മുടെ ഭാഷയിൽ നമുക്കൊന്ന് എഴുതിയാലോ. ബിഫളില്ല, അള്ളാഹുവിൻ്റെ ഫളില് കൊണ്ട്, ഔദാര്യം കൊണ്ട്, സൗഫ തതഹഖഖു അംനിയത്തി ഖരീബൻ, ഞാൻ എന്ത് ചെയ്യുന്നു, സൗഫ തതഹഖഖു അംനിയത്തി, ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ അടുത്തെത്തി അല്ലേ. സൗഫ തതഹഖഖു അംനിയത്തി ഖരീബൻ, ഞാൻ എൻ്റെ ആഗ്രഹത്തിനോട് വളരെ അടുത്തെത്തി. അതുപോലെ തന്നെ പറയുകയാണെന്ത്, ഉനാദു അത്തീറു ഇലൽ ഫലാഹ്, എനിക്കെന്ത് കഴിയും, എനിക്ക് ഇലൽ ഫലാഹ്, ഞാൻ ബഹിരാകാശത്തേക്ക് എന്ത് ചെയ്യും, യാത്ര ചെയ്യും. ഉരീദു അൻ അറ അർള മിനസ്സമായി, ഉരീദു ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അറ ഞാൻ കാണാൻ വേണ്ടിയിട്ട്, അൽ അർള എൻ്റെ ഭൂമിയെ കാണാൻ വേണ്ടി, മിനസ്സമ ആകാശത്ത് നിന്ന്. അപ്പോൾ എൻ്റെ ആകാശത്ത് നിന്ന് എൻ്റെ ഭൂമിയെ കാണാൻ വേണ്ടി ഞാൻ എവിടേക്ക് യാത്ര ചെയ്യുന്നു, ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നു. എന്നോട് പറയാണ്, വ അസീറു ഞാൻ ആയിത്തീരും അല്ലേ, വ അസീറു ഞാൻ ആയി മാറും, ആലിമത്തൻ ഫലാഹിയ, ഒരു സയൻറ്റിഫിക്, ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞയായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ശാസ്ത്രജ്ഞനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ആയിത്തീരുമെന്ന് ആര് പറയാണ്, നമ്മുടെ ശാന്ത പറയാണ്. അപ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ശാന്ത ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനൊരു മോഡൽ എഴുതാം. ബിഫളില്ല സൗഫ തതഹഖഖു അംനിയതി ഖരീബൻ അനദാ അത്തീറു ഇലൽ ഫലാഹി ഉരീദു അൻ അറ അർള മിനസ് സമാഹി വ അസീറു ആലിമത്തൻ ഫലാഹിയ, ഞാനൊരു സയൻറ്റിസ്റ്റായി മാറും. അതുപോലെ തന്നെ എൻ്റെ ഭൂമിയെ എനിക്ക് ആകാശത്ത് നിന്ന് നോക്കിക്കാണാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് എഴുതാൻ പൊന്നു മക്കളെ. നോക്കൂ, ശ്രദ്ധിക്കൂ. നുറാജിഹു നസ്സവനുജീബു, നമ്മളോട് ഈ അടിയിലുള്ള കൊടുത്ത കാര്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ മറുപടികൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ലിമാദാ തഅജ്ജബത്തിൽ മുഅല്ലിമ,
വളരെ മനോഹരമായ ചോദ്യമല്ലേ? ലിമാദാ തഅജ്ജബത്തിൽ മുഅല്ലിമ എന്തിനാണ് അത്ഭുതപ്പെട്ടതെന്നാണ് ചോദിച്ചത് അല്ലേ? എന്തിനായിരുന്നു നമ്മളെ മുഅല്ലിമ അത്ഭുതപ്പെട്ടത്? നമ്മളെ പാഠത്തിലൂടെ എങ്ങനെ പിന്നോട്ട് പോയാൽ, പാഠത്തിലേക്ക് തന്നെ നമ്മൾ പിന്നോട്ട് വന്നാൽ നമുക്ക് ആൻസർ കിട്ടും. എന്തിനായിരുന്നു? തഅജ്ജബത്തിൽ മുഅല്ലിമ. നമ്മളെപ്പോൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ടാവും? ചെറിയൊരു ഭാഗം നമുക്ക് ആൻസർ ആക്കി എഴുതാണ്ടാവും. നോക്കൂ, ലിമാദാ തഅജ്ജബത്തിൽ മുഅല്ലിമ എന്നുള്ളിടത്ത് ഈ ലിമാദ അങ്ങോട്ട് ഒഴിവാക്കുക. തഅജ്ജബത്തിൽ മുഅല്ലിമ മുതലായിട്ട് തുടങ്ങുക. തഅജ്ജബത്തിൽ മുഅല്ലിമ ഇൻദമാ സമീഅത്ത് സുവാലു ശാന്ത അല്ലേ? തഅജ്ജബത്തിൽ മുഅല്ലിമ അത്ഭുതപ്പെട്ടു. ഇൻദമാ സമീഅത്ത് സുവാലു ശാന്ത. ഇൻദമാ സമീഅത്ത് കേട്ട സമയത്ത്. എന്ത് കേട്ട സമയത്ത്? സുവാലു ശാന്ത, ശാന്തയുടെ ചോദ്യം കേട്ട സമയത്താണ് നമ്മുടെ അധ്യാപിക എന്തായിരുന്നത്? അത്ഭുതപ്പെട്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? രണ്ടാമത്തെ നോക്കൂ, മാതാ സഅലത്ത് ശാന്തൽ മുദരിസ. എന്താണ് മുദരിസയോട് അധ്യാപികയോട് ടീച്ചറോട് ശാന്ത ചോദിച്ചതെന്നാ. നോക്കൂ മക്കളെ, ഈ മാത അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. മാത ഒഴിവാക്കിയ സഅലത്ത ശാന്ത അൽ മുദരിസ. സഅലത്ത് ശാന്ത ചോദിച്ചു. അൽ മുദരിസിനോട് ചോദിച്ചു. എന്തായിരുന്നു ചോദിച്ചത്? അൽ നസ്തത്തിയോ നത്തീറ മസലത്തുയൂർ അല്ലേ? നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ കഴിയുമോ എന്നായിരുന്നു നമ്മളെ ശാന്ത അധ്യാപികയോട് ചോദിച്ചത്. അപ്പോൾ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? പറഞ്ഞാട്ടെ. യെസ്, വെരി ഗുഡ്, എല്ലാവർക്കും മനസ്സിലായി. നോക്കൂ, അടുത്ത് നോക്കൂ. ശാന്തയുടെ റഅബ ആഗ്രഹം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. നോക്കൂ, ഈ മാഹിയ എന്നുള്ളത് അവിടെ എടുത്തു കളഞ്ഞാൽ റഇബത്തു ശാന്ത, ശാന്തയുടെ ആഗ്രഹമായിരുന്നു. എന്തായിരുന്നു? അൻ തുതീറ, പറക്കാൻ വേണ്ടിയിട്ട് ഇലൽ ഖമരി വൻ നുജൂം അല്ലേ? അപ്പം നക്ഷത്രത്തിലേക്കും അതുപോലെ തന്നെ ചന്ദ്രനിലേക്കും പറക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ശാന്തമോളെ ആഗ്രഹം എന്നുള്ളത്. 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടിയോ? കിട്ടി സാറേ. സെറ്റാണോ? സെറ്റാണ് സാറേ അല്ലേ? നോക്കൂ, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കൂ. ലിമാ ളഹിക്കൽ ഔലാദ്. എന്തായിരുന്നു? യെസ്, ലിമാ ളഹിക്കൽ ഔലാദ്. എന്തിനാണ് കുട്ടികൾ കളിയാക്കി ചിരിച്ചതെന്നാണ് ചോദിച്ചത്. എന്തിനാണ് കുട്ടികൾ ചിരിച്ചത് എന്നാണ് ചോദിച്ചത്. നോക്കൂ മക്കളെ, ആൻസർ എത്ര സിമ്പിളാണ്. ഈ ലിമ അങ്ങോട്ട് ഒഴിവാക്കുക. ഈ ക്വസ്റ്റ്യൻ ചിഹ്നം വരുന്ന ലിമ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ലൊയിക്കല്ലാഹ്ലാദ്, കുട്ടികൾ ചിരിച്ചു. ഇൻദമാ സമയത്ത് സുആലു ശാന്ത, ശാന്തയുടെ ചോദ്യം കേട്ട സമയം അല്ലേ? ഇൻദമാ സമയത്ത് സുആലു ശാന്ത, ശാന്തയുടെ ചോദ്യം കേട്ട സമയത്താണ് നമ്മളെ കുട്ടികൾ ചിരിച്ചത്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൽ നസ്തത്തിയു ത്വയാറീന മിസ്ല തുയൂർ. പക്ഷികൾ പറക്കുന്നത് പോലെ നമ്മൾക്ക് പറക്കാൻ വേണ്ടി സാധിക്കുമോ എന്നാ ചോദ്യം. നോക്കൂ മക്കളെ, ഈ ഹൽ അങ്ങോട്ട് ഒഴിവാക്കി കളയാ. നസ്തയു ത്വയറാൻ മിസ്ല തുയൂർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താ? ലാ നസ്തത്തിയു, നമുക്ക് പറക്കാൻ സാധിക്കുകയില്ല അല്ലേ? ത്വയറാന മിസ്ല തുയൂർ, പക്ഷികൾ പറക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ കഴിയില്ല? ലാ നസ്തത്തിയു, നമുക്ക് പറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൈഫ നഖ്ദിറു അലാ വുസൂലി ഇലൽ ഖമർ. കൈഫ നഖ്ദിറു അൽ വുസൂലി ഇലൽ ഖമർ, നമുക്ക് എങ്ങനെയാണ് ചന്ദ്രനിലേക്ക് എത്തിച്ചേരാൻ കഴിയാനാണ് ചോദിക്കുന്നത്. കൈഫ അങ്ങോട്ട് ഒഴിവാക്കി കളയാ. നഖ്ദിറു അലാ വുസൂലി ഇലൽ ഖമർ, നമുക്ക് ചന്ദ്രനിലേക്ക് എത്തിക്കാൻ കഴിയും. ബിമുസാഅദത്തി, സഹായത്തോടു കൂടെ. എന്തിൻ്റെ സഹായത്തോടു കൂടെ? അൽ മർക്കബാത്തുൽ ഫളാഇയ അല്ലേ? ബഹിരാകാശ വാഹനങ്ങളുടെ സഹായത്തോടു കൂടെ നമുക്ക് ചന്ദ്രനിലേക്ക് എത്തിച്ചേരാൻ കഴിയും അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതോ കിട്ടാത്തതുണ്ടോ? ഇല്ല. സെറ്റാണ്. സെറ്റാണോ? സെറ്റാണ് സാറേ, പഠിച്ചിട്ടുണ്ട്. നോക്കൂ, മൽ ഖുതുബുല്ലത്തി ഖറഅത്ത് ശാന്ത കസീറ. നമ്മളോട് ചോദിക്കുകയാണ്, എങ്ങനത്തെ ബുക്കായിരുന്നു നമ്മളെ ശാന്തമോള് കൂടുതൽ വായിച്ചിരുന്നത്? നോക്കൂ മക്കളെ, ഈ മാ അങ്ങോട്ട് ഒഴിവാക്കുക. അൽ ഖുതുബുല്ലത്തി ഖറഅത്ത് ശാന്ത കസീറത്തൻ അനിൽ ഫളാഇ വൻ നുജൂമി അല്ലേ? ബഹിരാകാശത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചന്ദ്രനെക്കുറിച്ചും അതുപോലെ തന്നെ നക്ഷത്രത്തെക്കുറിച്ചും ഉള്ള ബുക്കുകളായിരുന്നു നമ്മുടെ ശാന്തമോള് കൂടുതൽ വായിച്ചിരുന്നത്. സെറ്റാണോ? സെറ്റാണ്. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മത്താ ഹലിമത്ത് ശാന്ത അൻ ബർനാജിമി തദ്രീബ് അല്ലേ? ഇങ്ങനെയൊരു കോമ്പറ്റീഷൻ, ഒരു മത്സര പരിപാടി നടക്കുന്നുണ്ട് എന്ന് നമ്മളെ ശാന്തമോൾ എപ്പോഴാണ് അറിഞ്ഞിരുന്നതെന്നാ. നോക്കൂ, ഈ മത്ത അങ്ങോട്ട് ഒഴിവാക്കുക. ഈ ക്വസ്റ്റ്യൻ ചിഹ്നം വരുന്ന മത്ത, ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന മത്തയെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് പറയുക അലിമത്ത് ശാന്ത, ശാന്ത മനസ്സിലാക്കി, ശാന്ത അറിഞ്ഞു. അനിൽ ബർനാജിമി തദ്രീബ്, ഇത്തരമൊരു മത്സര പരിപാടിയെക്കുറിച്ച് അറിഞ്ഞു. ഹീനമാ തദ്റുസു ഫിൽ ജാമിയ, എവിടെയുള്ള സമയത്തായിരുന്നു അവൾ അറിഞ്ഞിരുന്നത്? ഹീനമാ തദ്രിസു ഫിൽ ജാമിയ അല്ലേ? ആ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇത്തരമൊരു മത്സരത്തെക്കുറിച്ച് നമ്മൾ ശാന്തമോൾ അറിയുന്നത്. അപ്പോൾ നോക്കൂ മക്കളെ, ഇതാണ് നമ്മളെല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ. എല്ലാവരും എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും മനോഹര
മനോഹരമായിട്ട് ആൻസർ പഠിച്ചു വെക്കുക. എക്സാമിന് നിർബന്ധമാണ് മക്കളെ, എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. കിട്ടാതിരിക്കരുത്, എഴുതാതിരിക്കരുത്. എൻ്റെ 10ാം ക്ലാസ്സിലത്തെ മുഴുവൻ മക്കളും നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങ് പഠിച്ചു വെക്കുക. എന്നിട്ട് ചോദിച്ചാൽ ചടപട എന്ത് ചെയ്യുക, മനോഹരമായിട്ട് എഴുതി കൊടുക്കുക. നോക്കൂ മക്കളെ, നുനാക്കിഷുവനു അബ്ബുറാൻ ഉമ്നിയത്തിന, നമ്മളോട് ഇതിലേക്ക് വീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതാനാ പറയുന്നത്. നോക്കൂ, അത്തമന്ന, നമ്മൾ ചെറിയ കുട്ടി ആഗ്രഹിക്കുകയാണ് ഒരു പൈലറ്റ് അല്ലേ, ഒരു വിമാനത്തിൻ്റെ ചിഹ്നം അവിടെ കാണുന്നുണ്ട് അല്ലേ, എയറോപ്ലെയിൻ്റെ ചിഹ്നം അവിടെ ഉണ്ട്. അവൾ നല്ല മനോഹരമായിട്ടുള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ചെറിയ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്ത്, അത്തമന്ന അൻ അക്കൂന തൊയ്യാറത്തൻ അല്ലേ, ഞാനൊരു പൈലറ്റ്. തൊയ്യാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പൈലറ്റ്. ഞാനൊരു പൈലറ്റ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കൈ അത്തജവ്വല ഫി അർജായിൽ ആലം, എന്നിട്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു ചെറിയ കുട്ടി, മനോഹരമായിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ആഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് എന്ത് സ്വപ്നം കാണാം അല്ലേ, നമുക്ക് നമ്മുടെ എന്ത് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുക, സ്വപ്നം കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ചെറിയ സ്വപ്നങ്ങൾ കാണാതെ എൻ്റെ എല്ലാ പൊന്നുമക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണുക. ആ വലിയ സ്വപ്നത്തിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. മൻജദ്ദാവജദ്, ആര് പരിശ്രമിച്ചോ അവന് വിജയം ഷുവറാണ്. പരിശ്രമിച്ച ഒരുത്തനും തളർന്നു പോകില്ല എന്ന് എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ആ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു വെച്ച് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഞാൻ ഉറപ്പ് തരുന്നു, മൻജദ്ദ വജദ്, ആര് പരിശ്രമിച്ചോ അവന് വിജയമില്ല, അവന് പരാജയമില്ല, അവന് വിജയം ബാക്കിയാകും. അതുകൊണ്ട് തന്നെ പരിശ്രമിക്കാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ മനോഹരമായ സ്വപ്നങ്ങൾ കാണുക, മനോഹരമായ സ്വപ്നങ്ങൾ കണ്ട് മനോഹാരിതകൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോക്കൂ, ഒരു ചെറിയ കുട്ടി ആഗ്രഹിക്കുകയാണ് ഞാനൊരു പൈലറ്റ് ആവാൻ. അപ്പം നമ്മളെ കൂട്ടത്തിലും ഒരുപാട് ആളുകൾക്ക് എന്തുണ്ടാവും, പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാകും. എന്ത് ചെയ്യണം, മനോഹരമായിട്ട് പഠിച്ച് എന്താണോ പൈലറ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അത് നേടിയെടുത്തിട്ട് എന്ത് ചെയ്യണം, വിമാനം ഓടിക്കാനുള്ള കഴിവ് എന്ത് ചെയ്യണം, അവൾ സിദ്ധിച്ചു വെക്കണം. അടുത്ത നോക്കൂ, അത്തമന്ന അൻ അഖൂന മുദർരിസൻ മിസാലിയൻ, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് എന്ത്, എനിക്ക് ഏറ്റവും നല്ല അധ്യാപകനായി മാറണം അല്ലേ. എല്ലാ കുട്ടികൾക്കും ഒരേ സ്വപ്നമായിരിക്കുമോ? അല്ല, ഡിഫറൻറ്റ് ഗോളുകളായിരിക്കും, ഡിഫറൻറ്റ് സ്വപ്നങ്ങളായിരിക്കും, ഡിഫറൻറ്റ് അംബീഷൻ ആയിരിക്കും. എന്ത് അംബീഷൻ ആയിക്കോട്ടെ, അവനാൻ്റെ അംബീഷൻ അവൻ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അവനാൻ്റെ ആഗ്രഹം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അവൻ അതിലേക്ക് നീങ്ങുക. ഒരു കുട്ടി ആഗ്രഹിക്കുക, ഒരു ചെറിയ മനോഹരമായ കുട്ടി ആഗ്രഹിക്കുകയാണ് എന്ത്, അത്തമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു അൻ അഖൂന മുദർരിസൻ മിസാലിയൻ, ഏറ്റവും മാതൃകാപരമായ ടീച്ചർ അല്ലേ. ടീച്ചേഴ്സ് ഒരുപാടുണ്ടാവും, പക്ഷേ ഏറ്റവും നല്ല ക്ലാസ് എടുക്കുന്ന, എല്ലാവർക്കും പ്രിയപ്പെട്ട, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു നല്ല മിസാലിയ എന്ന് പറഞ്ഞാൽ മാതൃകാപരം. അപ്പോൾ മിസാലിയൻ എന്ന് പറഞ്ഞാൽ മാതൃകാപരമായിട്ടുള്ള ടീച്ചർ ആവാൻ ആരാഗ്രഹിക്കുന്നു, ഒരു കുട്ടി ആഗ്രഹിക്കുകയാണ് മക്കളെ. അടുത്ത് നോക്കൂ, ഒരു കുട്ടി ഇങ്ങനെ ഡോക്ടറിൻ്റെ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. നോക്കൂ, ഡോക്ടറിൻ്റെ അറബി എന്താ, തൊബീബാണ്. നോക്കൂ, അത്തമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അഖൂന, ഞാൻ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത്തൊബീബ്, ഡോക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നോക്കൂ, വേറൊരു ചെറിയ കുട്ടി ആഗ്രഹിക്കുകയാണ് എന്ത്, ഒരു പോലീസ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. അത്തമന്ന അൻ അഖൂന ഷുർത്തിയൻ, ഷുർത്തി എന്ന് പറഞ്ഞാൽ എന്താ, പോലീസാണ്. അപ്പോൾ ഷുർത്തിയ എന്നുള്ളതിൻ്റെ അറബി, ഷുർത്തിയ എന്നുള്ളതിൻ്റെ മലയാളം എന്താണ്, പോലീസ് എന്നാണ്. അപ്പോൾ നോക്കൂ, അത്തമന്ന അൻ അഖൂന ഷുർത്തിയൻ, ഞാനൊരു പോലീസ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നോക്കൂ മക്കളെ, അപ്പം നമുക്കൊരു പക്ഷേ എക്സാമിന് ചോദ്യം വരാം, ഒരു ഫോട്ടോ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് ഫില്ലാക്കാൻ വേണ്ടി പറയും. നമുക്ക് എന്ത് ചെയ്യാം, വളരെ മനോഹരമായിട്ട് ചെയ്തൂടെ. അത്തമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അറബിയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അൻ അഖൂന, ഞാൻ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തൊബീബ് എന്ന് പറയാ, മുദർരിസ് എന്ന് പറയാ, ഷുർത്തി എന്ന് പറയാ അല്ലേ, എന്തും പറയാം. അപ്പം എന്ത് ചെയ്യുക, അത്തമന്നാൻ അക്കൂന എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സിമ്പിളാണോ? സിമ്പിളാണ്. അടുത്ത് നോക്കൂ, കൈഫ തഹഖത ഇലാ മുശാന്ത നുഇദ് മുദക്കിറൻ, എങ്ങനെയാണ് നമ്മളെ ശാന്തമോൾ അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്, അത് വെച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യാനാണ്, ഒരു മുദക്കിറ അല്ലേ, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. നോക്കൂ, അൻ അത്തീറ ഇലൽ ഖമർ, നമ്മളെ ശാന്ത പറയുകയാണെന്ത്, ശാന്ത വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്തായിരുന്നു, അവളിങ്ങനെ ആഗ്രഹിച്ചു. എന്തിനു വേണ്ടി കൊതിച്ചു, എന്തിനു വേണ്ടി ആഗ്രഹിച്ചു, അവൾക്ക് നുജൂമിലേക്ക്, നക്ഷത്രങ്ങളിലേക്കും അതുപോലെ തന്നെ അവൾക്ക് കമറിലേക്കും ചന്ദ്രനിലേക്കും എത്തിച്ചേരാനുള്ള ഒരു മനോഹരമായ ആഗ്രഹം അവളിൽ വന്നു അല്ലേ. അതാണ് അവളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടേക്ക് എത്തണമെന്നുള്ള ആഗ്രഹമാണ് പിന്നീട് അവളെ ബഹിരാകാശം എന്ന് പറയുന്ന മനോഹരമായ സ്വപ്നത്തിലേക്ക് എത്തിച്ചേർത്തിയത് അല്ലേ. ഒരു ചന്ദ്രനിലേക്ക് എത്താനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളിലേക്ക് എത്താനും ഒരു ബഹിരാകാശ യാത്രികനാവണം, ഒരു യാത്രികയാവണം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൾ ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്തു, ബിൽഡ് ചെയ്തു വന്നു. അതുകൊണ്ടാണ് പിന്നീട് അവൾ എന്ത് ചെയ്യുന്നത്, ആ യാത്രയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മളോട് നോക്കൂ, കമരി വൻ നുജൂം, അവൾ എന്തിനാഗ്രഹിച്ചു, പറക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. എവിടേക്ക് പറക്കാൻ വേണ്ടി, ഇല നുജൂമി വൽ ഖമർ, നക്ഷത്രത്തിലേക്കും ചന്ദ്രനിലേക്കും അവൾ പറക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഖാലത്ത് ലഹാ മുദർരിസതഹാ അന്നൽ ഇൻസാന യുംകിനു അൻ തതീറൽ ഫളാ, എന്നിട്ട് അവൾ
കാലത്ത് മുദരിസത്തഹ, എന്നിട്ട് അവളോട് അവളുടെ മുദരിസ് പറഞ്ഞു അല്ലേ. നമ്മൾ ആ സന്ദർഭം ഇങ്ങനെ ആലോചിക്കുക. അവൾ ചോദിക്കുന്ന സമയത്ത് മുദരിസ് അവളോട് മറുപടി പറഞ്ഞു എന്ത്, അന്നൽ നിസാൻ, നിശ്ചയമായും മനുഷ്യർക്ക് യുംകിനു സാധിക്കും അൻ യതീറ ഇലൽ ഫലാഹ്, ബഹിരാകാശത്തേക്ക്, ആകാശങ്ങളിലേക്ക്, ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കും. എങ്ങനെ? ബി മുസാഇദത്തിൻ, സഹായത്തോടു കൂടെ, അൽ മർക്കബത്തുൽ ഫലാഇയ അല്ലേ. മർക്കബത്തുൽ ഫലാഇയ എന്ന് പറഞ്ഞാൽ എന്താ? ബഹിരാകാശ യാത്രയുടെ സഹായത്തോടു കൂടെ, ബഹിരാകാശ വാഹനത്തിൻ്റെ സഹായത്തോടു കൂടെ നുജൂമിലേക്കും കമറിലേക്കും എത്തിച്ചേരാൻ കഴിയും. എന്നോട് പറയാണ് ഫദറസത്തു ജിദ്ദൻ, ഇത് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഫദറസ്തു, ഞാൻ പഠിച്ചു, ജിദ്ദൻ, വളരെ കഠിനാധ്വാനത്തോടു കൂടെ പഠിച്ചു. ഞാൻ അഫ്തഹിറുബിക്ക ജിദ്ദൻ, ഞാൻ ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു എന്നാണ് നമ്മുടെ ആര് പറയുന്നത്? ശാന്ത പറയുന്നത്. അപ്പോൾ നോക്കൂ, ശാന്തമോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെട്ടത് വെറുതെ ഇരുന്നിട്ടാണോ? അല്ല, നിരന്തരമായിട്ടുള്ള പഠനം, നിരന്തരമായിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ടാണ് നമ്മുടെ ശാന്തമോൾ എന്ത് ചെയ്യുന്നത്? ആ ലക്ഷ്യം കൈവരിക്കുന്നത്. നോക്കൂ മക്കളെ, ഉഖ്തിറത്തു ശാന്ത ഉളുവൻ ഫി ഫരീഖി റുവാദിൽ ഫലാഹി അല്ലേ. അപ്പോൾ ബഹിരാകാശ യാത്രയുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ശാന്തമോള് മാറുകയാണ്. ഹലിമത്ത് മുദരിസത്തുഹ അൻ ഹാദൽ ഇൻജാസ്, ഈ ഒരു വിജയത്തെക്കുറിച്ച് എന്തായി നമ്മളെ മുദരിസ് എന്താണ് അറിയാണ്. അപ്പോൾ ഇൻജാസ്, ഈ ഒരു സെലക്ട് ചെയ്യപ്പെട്ട വിവരം നമ്മളെ മുദരിസിൻ്റെ, അവളുടെ ടീച്ചറിൻ്റെ, പണ്ട് 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ടീച്ചറുടെ ചെവിടിലേക്ക് എത്തുകയാണ് എന്ത്, ഈ പൊന്നുമോൾ ഇങ്ങനെ ഒരു ബഹിരാകാശ യാത്രികയായിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നോക്കൂ, വഅർസലത്തി റിസാലത്തു ഖസീറത്തൻ തുഹന്നിഹുവ, അവളെ അഭിനന്ദിച്ചു കൊണ്ടിട്ടുള്ള ഒരു കത്ത് എന്ത് ചെയ്തു നമ്മളെ ടീച്ചർ അവൾക്ക് അയക്കുകയാണ്. എന്നിട്ട് നോക്കൂ, അസീസത്തി ശാന്ത, ഓ എൻ്റെ പ്രിയമുള്ള ശാന്തയെ, നുഹന്നിയുക അല ഇൻജാസിക റാഹി, നിൻ്റെ ഈ മനോഹരമായിട്ടുള്ള വിജയത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അഭിമാനം കൊള്ളുന്നു അല്ലേ. എന്നിട്ട് പറയാണ് ലനാ ഷറഫുൻ അലീം, ഞങ്ങൾക്ക് എന്തുണ്ട്, വലിയ മഹത്വമുണ്ട് നിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അൻ തഖൂനി മിൻ റുവാദിൽ ഫലായിൽ മുഖ്താരീന, ഈ റുവാദിൽ ഫലാ എന്ന് പറഞ്ഞാൽ എന്താ? ബഹിരാകാശ യാത്രകൾ. അപ്പോൾ ഈ ബഹിരാകാശ യാത്രികരുടെ കൂടെ നിന്നെ സെലക്ട് ചെയ്തതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്നു. അന അഫ്തഹിറുബിക ജിദ്ദൻ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിന്റെ കാര്യത്തിൽ വളരെ എന്ത് ചെയ്യുന്നു, അഫ്തഹിർ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വളരെ പ്രോത്സാഹനം കണ്ടെത്തുന്നു അല്ലേ. ഞങ്ങൾ വളരെ എന്ത് ചെയ്യുന്നു, ആനന്ദമാകുന്നു. ഇസ്തമിരി ഫി റിഹ്ലതിക ലിതഹ്ഖീഖൽ അലാമിക അല്ലേ. നിന്റെ ഈ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള നിന്റെ യാത്രയിൽ ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും നൽകുന്നു. അന വാസിഖത്തുൻ ബി അന്നക സത്തസ്അദീന ബി ഇൻജാസി കബീറത്തൻ ഫി അയ്യാമിൽ ഖദീമ അല്ലേ. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ നേട്ടങ്ങളും നീ ഇത്രയും കാലം നേടിയതുപോലെ തന്നെ എല്ലാവരും നേട്ടങ്ങളും നീ നേടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് നമ്മുടെ ടീച്ചർ പറയുന്നത്. നോക്കൂ, എന്നിട്ട് പറയാം മുദരിസത്തുക റഷീദ്, നിന്റെ പ്രിയപ്പെട്ട അധ്യാപിക അത്യബിൽ തമനിയ, നിനക്ക് എല്ലാവിധ ആഗ്രഹങ്ങളും, നിനക്ക് എല്ലാവിധ ശുഭപ്രതീക്ഷകളും നൽകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് നമ്മളെ ആ ടീച്ചർ എന്ത് ചെയ്യാണ്, ആ കത്ത് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ മക്കളെ, എന്നിട്ട് നമ്മളോട് പറയാണ് കൈഫ നുഹന്നിഉ ഫിൽ മവാഫിഖിൽ ആത്തിയ ഹസല സ്വദീഖുക അലാ മർത്തബത്തുൽ ഉല ഫിൽ ഇംതിഹാൻ, നമ്മളോട് ഇങ്ങനെ ഒരു ആശംസാ കത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കൂ, ഹസല സ്വദീഖുക, നിന്റെ കൂട്ടുകാരി എത്തി, എവിടെ എത്തി, അലാ മർത്തബത്തുൽ ഊല, വലിയ ഉയർന്ന സ്ഥാനത്തിലെത്തി, ഫിൽ ഇംതിഹാൻ, എക്സാമിൽ. അപ്പോൾ എക്സാമിൽ നിന്റെ കൂട്ടുകാർ എന്ത് ചെയ്തു, വലിയൊരു സ്ഥാനം എത്തി, വലിയൊരു 1ാം സ്ഥാനം കരസ്ഥമാക്കി. നിന്നോട് പറയാണ് നീ ഒരു ആശംസ കത്ത് എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. നമുക്ക് ഇതേ ഫോർമാറ്റിൽ ഉണ്ടാക്കിയാൽ പോരെ, വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഇതേ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, മനോഹരമായിട്ട് ഉണ്ടാക്കാം. നോക്കൂ, ഹസീസത്തി ശാന്ത എന്നുള്ളടുത്ത് എന്ത് ചെയ്യുക, ഹസീസത്തി സ്വദീഖി അല്ലേ, എൻ്റെ കൂട്ടുകാരി, നുഹന്നിയുക്കി അലാ ഇൻജാസിക റാഹി, ഞാൻ എന്ത് ചെയ്യുന്നു, നിൻ്റെ ഈ ഒരു വിജയത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാദിയാണ്. ലന ഷറഫുൻ അലീം, ഞങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. അൻ തഖൂനി മിൻ റുവാദിൽ ഫലാ എന്നുള്ളടുത്ത് എന്ത് ചെയ്യുക, അൻ തഖൂനി അൽ ഊല ഫിൽ ഇംതിഹാൻ അല്ലേ. അൻ തഖൂനി അൽ ഊല അൽ മർത്തബത്തുൽ ഊല മിനൽ ഇംതിഹാൻ ആക്കി കൊടുക്കുക. അൻ തഖൂനി മിനൽ മർത്തബത്തിൽ ഊല ഫിൽ ഇംതിഹാൻ ഇവിടെ ആക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനുശേഷം അന അഫ്തഹിറുബിക ജിദ്ദൻ, അതൊക്കെ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അസ്ല അഹൂഖ അലൽ വലീഫ, നിന്റെ സഹോദരൻ എന്ത് ചെയ്ത് ഒരു ജോലി കിട്ടി, അതിനെക്കുറിച്ച് എന്ത് ഒരു ആശംസ കത്ത് എഴുതണം, വളരെ മനോഹരമായിട്ട് എഴുതി കൂടെ. അസീസത്തി എന്നുള്ളടുത്ത് എന്താ, അസീസി അല്ലാഹ്, എന്നിട്ട് എന്ത് ചെയ്യുക, നുഹന്നിയുക്കി എന്നുള്ളടുത്ത് എന്താ, കാ ആക്കി കൊടുക്കുക. കാരണം എന്താ, പെണ്ണായതുകൊണ്ടായിരുന്നു ഇവിടെ കീ ഉപയോഗിച്ചത്. അപ്പോൾ ആണാകുമ്പോൾ എന്ത് ചെയ്യുക, കാ ആക്കി കൊടുക്കുക. നുഹന്നിയുക അല ഇൻജാസിക്കി എന്നുള്ളടുത്ത് എന്ത് ചെയ്യുക, ഇൻജാസക്ക റായി അല്ലേ, വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അഹൂക്ക ആയതുകൊണ്ട്, സഹോദരനായതുകൊണ്ട് തന്നെ കീ എന്നുള്ളടുത്ത് എന്ത് ചെയ്താൽ മതി, കാ ആക്കി കൊടുത്ത് ഇതേ ഫോർമാറ്റിൽ എന്ത് ചെയ്യാം
പഠിച്ചാൽ മതി. അപ്പം പൊന്നുമക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരൊറ്റ ഫോർമാറ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഒരു 2 വരി ഉണ്ടെങ്കിലോ പഠിച്ചു വെക്കണം. കാരണം എക്സാമിന് നിങ്ങളോട് ആശംസ വാക്ക് എഴുതാൻ പറയുന്നതിൽ 100% ഉറപ്പാണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മളെ ഒരു കൂട്ടുകാർ 1ാം സ്ഥാനം വാങ്ങിയതായിരിക്കും, പക്ഷേ നാളെ എക്സാമിന് ചോദിക്കുക വേറെ എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും എൻ്റെ മക്കൾക്ക് എഴുതാൻ കഴിയണം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആണാണെങ്കിൽ ക എന്നും പെണ്ണാണെങ്കിൽ കീ എന്നും എന്ത് ചെയ്യുക, ഈ നുഹന്നുഹിക്കി ഇൻജാസിക്കി എന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, കീയും കായും മാറ്റി കൊടുക്കുക. ആ ഫോർമാറ്റ് അങ്ങനെ തന്നെ കാണാപ്പാടം പഠിച്ച് പോവുക. സെറ്റാക്കി മക്കൾക്ക് എന്ത് ചെയ്യുക, എക്സാമിൽ എഴുതുക. റെഡിയാണോ? 2ഓ 3ഓ വരി എന്ത് ചെയ്യുക, മനോഹരമായിട്ട് പഠിച്ചു വെച്ച് പോയാൽ ഏത് സാഹചര്യം ചോദിച്ചാലും ഏത് സന്ദർഭം ചോദിച്ചാലും എന്ത് ചെയ്യുക, എൻ്റെ മക്കൾക്ക് മനോഹരമായിട്ട് എഴുതുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു ഫോർമാറ്റ് പഠിച്ചേ മതിയാവൂ. ഈ ഒരു ഫോർമാറ്റ് മനോഹരമായിട്ട് പഠിച്ചേ മതിയാവൂ. വേറൊരു വയ്യും എന്തില്ല, അതിലില്ല. ഓക്കെ, നക്റഹു വ നഫ്ഹമു, നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാക്കാം അല്ലേ? നമ്മൾ അവസാനത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? അവസാനത്തിലേക്ക് എത്താൻ പോവാണ് മക്കളെ. ഇനി നമ്മളോട് പറയുന്നത് എന്താ? നക്റഹു വ നഫ്ഹമു, നമുക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. നാലത്തിൻ നബീല അല്ലേ? നിങ്ങളുടെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള നബീല. നാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നാലത്ത് എന്ന് പറഞ്ഞാൽ നേടി അല്ലേ? നബീല നേടി. അൽ മീദാലിയ എന്ന് പറഞ്ഞാൽ മെഡൽ നേടി. എവിടെ നിന്ന് നേടി? അൽ റഈസുൽ ബുസറ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി. അപ്പോൾ റഈസുൽ ബുസറ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാരിയായിട്ടുള്ള നബീല ഒരു മെഡൽ നേടി. എന്തിനു വേണ്ടിയിട്ടാണ്? ലിഷജാഅത്ത്, ധീരതയുടെ മെഡൽ. അപ്പോൾ ഷജാഅത്ത് എന്ന് പറഞ്ഞാൽ ധീരത. അപ്പോൾ ധീരതയ്ക്കുള്ള ഒരു മെഡൽ പ്രധാനമന്ത്രിയിൽ നിന്നും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ അറബി മറന്നു പോകരുത്. റഈസുൽ വുസറ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ അറബി. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കൈമലിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള നബീൽ ഒരു മെഡൽ വാങ്ങി. ഫഅർസലത്ത് ഇലൈഹ ജമീലത്തുഹ റിസാലത്തൻ കസീറത്തൻ തുനഹിവ. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താ അറിയോ? അവൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ആശംസാ വാക്ക് അല്ലേ? അവളെ പ്രശംസിച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒരു വാക്ക് തയ്യാറാക്കാനാണ്. നോക്ക്, ഉഖദ്ദിമുലക്കി അസ്ക അത്തഹാനി വ അജ്മല തർബിയാത്ത്. ഉഖദ്ദിമുലക്കി, ഞങ്ങൾ എന്താണ്, ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എന്തിൽ സന്തോഷവതിയാണ്? അസ്ക തഹാനി വ അജ്മൽ തർബിയത്ത്, ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? എല്ലാ ആശംസകളും നേരുന്നു. അഫ്തഹ്റു ബിൻജാസിക, ഞാൻ എന്ത് ചെയ്യുന്നു? നിൻ്റെ ഈ ഒരു വിജയത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വളരെ അഭിമാനം കൊള്ളുന്നു. യാ അസീസത്തി, ഓ എൻ്റെ പൊന്നു സഹോദരി. നോക്കൂ മക്കളെ, നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു അഭിമാനം, ഒരു ആശംസാ വാക്കുണ്ടായി കൊടുക്കാനാണ്. ഇവൾ മനോഹരമായിട്ട് നമ്മൾ പഠിച്ചത് ഉഖദ്ദിമുലക്കി അസ്ക തഹാനി, നിൻ്റെ ഈ ഒരു പരിശ്രമം, നിൻ്റെ ഈ ഒരു ആഗ്രഹം നീ നേടിയെടുത്തതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവതിയാണ്. അതുപോലെ തന്നെ അഫ്തഹ്റു ബിൻജാസിക, നിൻ്റെ ഈ പരിശ്രമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെയധികം സന്തോഷവതിയാകുന്നു. യാ അസീസത്തിയോ, എൻ്റെ കൂട്ടുകാരി. നമ്മളോട് പറഞ്ഞു നോക്കൂ, ഹസ്രത്ത് സീമാല ദറാജത്തിൽ ആലിയ ഫി മുസാബഖത്തി നഷീദത്തിൽ അറബിയ. അപ്പോൾ അറബി നഷീദ, അറബി കവിതയിൽ, അറബി പോയമിൽ എന്ത് ചെയ്തു? നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തു? 1ാം സ്ഥാനം കരസ്ഥമാക്കി. അപ്പോൾ സ്റ്റേറ്റിൽ, സംസ്ഥാന കലോത്സവത്തിൽ അറബി നഷീദയിൽ എന്ത് ചെയ്തു? നിങ്ങളുടെ സഹോദരി 1ാം സ്ഥാനം കരസ്ഥമാക്കി. അവൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ആശംസാ വാക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ മക്കൾ, എത്ര സിമ്പിളായിട്ട് എഴുതാതാ. ഉഖദ്ദിമുലക്കി അസ്ക തഹാനി വ അജ്മല തർക്കീബാത്തി അഫ്തഹ്റു ബിൻജാസിക അസീസത്തി. ഇതേ സാധനം എന്ത് ചെയ്യുക? ഇവിടെ എഴുതിയാൽ മതി. നോക്കൂ, അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചാലും, ഈ ഒരു ആശംസാ വാക്ക് പഠിച്ചാലും, ഇങ്ങനെ ഏത് എക്സാമിന് ഏത് മാറ്റി ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യുക? ആശംസാ വാക്ക് എഴുതിക്കൂടെ? അപ്പം പൊന്നുമക്കളെ, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട 2 ആശംസാ വാക്കുകൾ. ഒന്നിതാ, നമ്മുടെ ടീച്ചർ ആ ശാന്തക്ക് അയച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഉഖദ്ദിമുൽ അസ്ക തഹാനി വജ്മല തബരീക്കാത്തി അഫ്തഹ്റു ബിൻജാസിക യാ അസീസത്തി എന്നുള്ള ഫോർമാറ്റ് പഠിച്ചു വെക്കുക. കാരണം ആരെന്ത് നേടിയെന്ന് ആശംസ നമ്മളോട് എഴുതാൻ പറഞ്ഞാലും, നമ്മളോട് പറയാൻ പറഞ്ഞാലും, നമുക്ക് മനോഹരമായിട്ട് എന്ത് ചെയ്യുക? ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഫോർമാറ്റ് എവിടെ ചോദിച്ചാലും ഇതേ സാധനം എഴുതി കൊടുത്താൽ പോരെ. ഉഖദ്ദിമുൽ ലക്കി എന്നുള്ളടുത്ത് ആണിന് നിങ്ങളുടെ സിനാൻ ഒരു അവാർഡ് വാങ്ങി എന്നുള്ളതാണെങ്കിൽ ഉഖദ്ദിമുൽ ലക്കാന്നാക്കി കൊടുത്താൽ മതി. ഇനി ഷാന ഒരു അവാർഡ് വാങ്ങി എന്നുണ്ടെങ്കിൽ അവിടെ എന്താക്കി കൊടുത്താൽ മതി? ഉഖദ്ദിമുൽ ലക്കീന്നാക്കി കൊടുത്താൽ മതി. അവിടെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഫോർമാറ്റ് മാത്രം എന്ത് ചെയ്താൽ മതി? എൻ്റെ മക്കൾ പഠിച്ചു പോയാൽ മതി. മക്കളെ, സെറ്റാണ് സാറേ. നോക്കൂ, അപ്പോൾ നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അത് നമ്മൾ പഠിച്ചേ പറ്റൂ അല്ലേ? പഠിക്കാതെ ഞാനത് എവിടെന്നെങ്കിലും എഴുതിക്കോളാം, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു പോയാൽ എൻ്റെ പൊന്നുമക്കളെ ഫുൾ മാർക്ക് കിട്ടൂല. നിങ്ങൾ ഒരു പക്ഷേ അറബിയിൽ എന്ത് ചെയ്യും? പരാജയപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ചെറിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. അത് ഇപ്പോഴേ എന്ത് ചെയ്യുക? പഠിച്ച് മനോഹരമായിട്ട് പോവുക. എന്നിട്ട് ഏത് ഫോർമാറ്റ് ചോദിച്ചാലും അതേ സാധനം എഴുതിയെടുത്താൽ മതി. നോക്കൂ അല്ലേ? ഏത് ഫോർമാറ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി?
അതേ സാധനം എഴുതിയെടുത്താൽ മതി. ഇനി നമ്മളോട് ഏറ്റവും അവസാനം പറഞ്ഞത് എന്താ അറിയോ? നത്തഹല്യലു വനുഇദ്ദു മുദക്കിറൻ, നമ്മളോട് എന്ത് ചെയ്യാനാണ്? ഒരു മുദക്കിർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതെന്താ ചോദ്യം? മാ അഹ്ലാമുക, നിന്റെ ആഗ്രഹം എന്താ, നിന്റെ സ്വപ്നം എന്താ? കൈഫ തുഹക്കിവ, നീ ആ സ്വപ്നത്തെ എങ്ങനെ എന്ത് ചെയ്യും, നീ ആ സ്വപ്നത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്നുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് എന്ത് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, ലീ എനിക്കുണ്ട് അഹ്ലാമിൻ കസീറ അല്ലേ, ഒരുപാട് ആളുകൾക്ക് പല പല സ്വപ്നങ്ങളുണ്ടാവും. ബിക്കം എ ഡോക്ടർ, ബിക്കം എ എഞ്ചിനീയർ, ബിക്കം എ IAS ഓഫീസർ അല്ലേ, ബിക്കം എ പോലീസ്, ബിക്കം എ ബീച്ച് ഫോറസ്റ്റ്, ബിക്കം എ എക്സൈസ് ഓഫീസർ അല്ലേ, അങ്ങനെ തുടങ്ങി നിരവധി നിരവധി ബിക്കം എ യൂട്യൂബ് വ്ളോഗർ അല്ലേ. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളാണ്. ഓരോ കുട്ടികൾക്കും ചിലപ്പോൾ 10 15 ആഗ്രഹങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും ഫസ്റ്റ് ആഗ്രഹം ഉണ്ടാവും, ഏറ്റവും സെക്കൻഡ് ആഗ്രഹം ഉണ്ടാവും, തുടങ്ങി ഒരുപാട് നിരന്തരം ആഗ്രഹങ്ങളുണ്ടാവും. പൈലറ്റ് ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, എഞ്ചിനീയർ ആവണമെന്നുണ്ടാവും, എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളോട് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന് ഒന്നിനെ കുറിച്ച് എഴുതാനാണ്. നോക്കൂ മക്കളെ, ഞാൻ ഇവിടെ ചെറിയൊരു ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ട്. ലീ എനിക്കുണ്ട് അഹ്ലാമുൻ കസീറ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഉഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അൻ അക്കൂന ഞാൻ ആകാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു. ത്വബീബൻ, ആരാകാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു? ത്വബീബൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു ഡോക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഞാൻ ഡോക്ടർ ആകുന്നത്? സിർത്തു ത്വബീബൻ, ഞാനൊരു ഡോക്ടറായി മാറിയാൽ അല്ലേ. സിർത്തു, ഞാനായി മാറിയാൽ. ത്വബീബൻ, ഞാനൊരു ഡോക്ടറായി മാറിയാൽ. സഉആലിജു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ശുശ്രൂഷിക്കും അല്ലേ. അതായത് ഞാൻ എന്ത് ചെയ്യും? ട്രീറ്റ്മെൻറ്റ് നടത്തും. അൽ ഫുഖറാഹ, പാവപ്പെട്ട ആളുകളുടെ എങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കും? മജാനൻ അല്ലേ, അവർക്ക് ഫ്രീ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കും. നോക്കൂ മക്കളെ, ഒരു ഡോക്ടറായിട്ടുള്ള ഒരാൾ ആഗ്രഹിക്കുകയാണ് എന്ത്? ഞാൻ നല്ലൊരു ഡോക്ടറായാൽ, വലിയൊരു ഡോക്ടറായാൽ ഞാൻ എല്ലാവരെയും 300-500 ഫീസ് വാങ്ങൂല, മറിച്ച് ഞാനെന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യും? പാവപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയാൽ അവരിൽ നിന്ന് ഒരു ഫീസും വാങ്ങാൻ ഞാൻ എന്ത് ചെയ്യും? അവരെ വെറുതെ ചികിത്സിച്ച് കൊടുക്കും. നോക്കൂ, എന്നിട്ട് പറയാണ് അവദ്ദു, ഞാൻ എന്ത് ചെയ്യും? ആവാൻ വേണ്ടി ശ്രമിക്കും. അൻ അക്കൂന ത്വബീബൻ യുഹിബ്ബു നാസ്, ജനങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഞാൻ ആഗ്രഹിക്കും. നോക്കൂ മക്കളെ, അപ്പോൾ നമ്മളോട് ഒരു പക്ഷേ നാളെ എക്സാമിന് ചോദിക്കും, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, നിങ്ങൾ അതിനു വേണ്ടി എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഫോർമാറ്റ് മക്കൾ പഠിച്ചു പോവുക. സാറ് 3 കാര്യങ്ങൾ ഈ യൂണിറ്റിൽ നിന്ന് പഠിക്കാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഒരു ആശംസ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഒരു ആശംസ ഫോർമാറ്റില്ലേ, അത് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ചെങ്ങാതിക്ക് അയക്കുന്ന അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് അയക്കുന്ന ചെറിയൊരു മെസ്സേജ്, ഒരു ആശംസ മെസ്സേജ് എന്ത് ചെയ്യണം? നമ്മളത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആഗ്രഹം, എനിക്ക് എഞ്ചിനീയർ ആവണമെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ പോലീസ് ആണെങ്കിൽ പോലീസ്, പട്ടാളമാണെങ്കിൽ പട്ടാളം, ഏതെങ്കിലും ഒരു ആഗ്രഹത്തിൻ്റെ കുറിച്ച് എന്ത് ചെയ്യുക? ഒരു അറബി സെൻറ്റൻസ് കുറച്ച് പഠിച്ചു വെക്കുക. ഞാൻ എഴുതിയതുപോലെ തന്നെ ലി അഹ്ലാമുൽ കസീറ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഉഹിബ്ബു അൻ അക്കൂന ത്വബീബൻ, ഞാനൊരു ഡോക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഡോക്ടർ ആകുന്നത്? സിർത്തു ത്വബീബൻ, ഞാൻ ഡോക്ടർ ആയാൽ. സൗആലിജു ഫുഖറാൽ മജാനൻ അല്ലേ, പാവപ്പെട്ട ഒരുപാട് രോഗികളെ ഞാൻ എന്ത് ചെയ്യും? സഹായിച്ചു കൊടുക്കും. എന്നിട്ട് പറയാണ് അവദ്ദു അൻ അക്കൂന ത്വബീബൻ ഉഹിബ്ബുൻ നാസ്, ഞാൻ ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഡോക്ടറാകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ശ്രമിക്കും. നോക്കൂ മക്കളെ, ഈ സാധനം എന്ത് ചെയ്യുക? ഈ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക? ഒരു കാര്യം പഠിച്ചു വെക്കുക. എക്സാമിന് നിങ്ങളോട് ചോദിക്കും, ഷുവറാണ്. നിങ്ങളുടെ ഒരു ആഗ്രഹത്തെക്കുറിച്ച്, നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറയും. പൊന്നുമക്കളെ ശ്രദ്ധിച്ചോളൂ, നിർബന്ധമായിട്ടും പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യുക? മനോഹരമായിട്ട് എന്ത് ചെയ്യാം? എക്സാം എഴുതുക. നോക്കൂ, മൂന്നാമത്തെ യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മനോഹരമായിട്ട് എടുത്തു കഴിഞ്ഞു. ഇതിൽ സാറ് പഠിക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ നിർബന്ധമായും പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഷുവറാണ്, ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. ലാ ശക്ക വലാ റൈബ ഫിഹ, അതൊരു സംശയവുമില്ല. ദെൻ എല്ലാവരും ബെസ്റ്റ് ഓഫ് ലക്ക്, എല്ലാവർക്കും ഗുഡ് ഓഫ് ലക്ക്, എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? നല്ല ശുഭപ്രതീക്ഷ നൽകുന്നു. എല്ലാവരും നല്ല മനോഹരമായിട്ട് പഠിച്ചു തുടങ്ങുക. നല്ല മനോഹരമായിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങളെ സമീപിക്കുക. എല്ലാവർക്കും അസ്സലാമ. സാറ് പോട്ടെ, അടുത്ത യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ കാണാൻ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു, ജസാക്കുമുല്ലാഹ് ഖൈറൻ, ശുക്രൻ ലക്കും യാ തുല്ലാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.